ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഗസ്റ്റ് ആയിട്ട് അവന്തിക ഇങ്ങോട്ട് വരണം. എന്താ വരുന്നതിൽ വിരോധം വല്ലതും ഉണ്ടോ? ഒരു വിരോധവും ഇല്ല. തോറ്റു നിൽക്കുന്ന അർച്ചനയെ കാണാൻ ഇതിലും നല്ലൊരു അവസരം വേറെ കിട്ടാനില്ല. ഞാൻ തീർച്ചയായിട്ടും വരും. അപ്പൊ ശരി, വിളിക്കാം. ഇരിക്കൂ. ഡോക്ടർ ഇഷാന ഒരു സെമിനാറിൽ പങ്കെടുക്കാനായി വിദേശത്ത് പോയതാ. 2 വീക്സ് കഴിയും തിരികെ എത്താൻ. ഡോക്ടർ ഇഷാന കാര്യങ്ങൾ എന്നോട് വിശദമായി ഷെയർ ചെയ്തിട്ടുണ്ട്. കുഞ്ഞിന്റെ പൊസിഷൻ പ്രോബ്ലം ആണല്ലോ. കുഞ്ഞിന്റെ തലയിപ്പം മുകളിലേക്ക് ഇരിക്കുന്നത്. നോർമൽ കേസിൽ ഇപ്പൊ തല താഴേക്ക് വരാനുള്ള സമയം കഴിഞ്ഞു. ചിലപ്പോ ഒരു 36 വീക്സ് വരെ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷവും കുട്ടിയുടെ തല താഴേക്ക് ആകുന്നില്ലെങ്കിൽ നോർമൽ ഡെലിവറി പോസിബിൾ ആയെന്ന് വരില്ല. പ്ലാസന്റയുടെ സ്ട്രെസ്സും നല്ല പോലെ ഉണ്ട്. ടെസ്റ്റുകളിലെല്ലാം പ്രോബ്ലം ആണ്. എന്തുപറ്റി? ഡോക്ടർ ഇഷാന പറഞ്ഞതുപോലെയുള്ള ഡയറ്റും റെസ്റ്റും ഒന്നും ചെയ്യുന്നില്ലേ? പിന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ പൂർണ്ണ സമയം റെസ്റ്റ് തന്നെ ആയിരുന്നു. അർച്ചന എന്താ ഒന്നും പറയാത്തത്? ഇപ്പോൾ തന്നെ BP ഹൈ ആണ്. എന്തുപറ്റി BP ഇത്ര ഹൈ ആവാൻ? ഇത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. എന്താ ഇത്രയ്ക്ക് വലിയ ടെൻഷൻ? തൽക്കാലം BP കുറയ്ക്കാനുള്ള ടാബ്ലറ്റ് ഞാൻ തരാം. അത് എല്ലാ ദിവസവും ഓരോന്ന് കഴിക്കണം. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. അതിന് സച്ചി എപ്പോഴും കൂടെ തന്നെ വേണം. 24 മണിക്കൂറും ഞാൻ കൂടെ തന്നെയുണ്ട് മാഡം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്. ഇതുവരെ സംഭവിച്ച ഹൈപ്പർ ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണ് ഡെലിവറിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായത്. ഇനിയെങ്കിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുത്തേ മതിയാവൂ. വീട്ടിൽ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. എന്തു പറയുന്നു? വേണ്ട ഡോക്ടർ, ഞാൻ റെസ്റ്റ് എടുത്തോളാം. എനിക്ക് അർച്ചനയുടെ ഉറപ്പ് മാത്രം പോരാ. ഇക്കാര്യത്തിൽ സച്ചിയാണ് എനിക്ക് വാക്ക് തരേണ്ടത്. ഓക്കെ ഡോക്ടർ, ഞാൻ ശ്രദ്ധിച്ചോളാം. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഡെലിവറി മാത്രമല്ല, കുഞ്ഞിന്റെ ലൈഫ് തന്നെ പ്രോബ്ലം ആവും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ.